ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ല, ഒന്നും എന്റെ കയ്യിലെത്താതെ പോവില്ല. ഹരിക്കുന്നെത്തിക്കും കാലൻ ഒരാളേ ഉള്ളൂ, ജീവൻ. സർ, ഒരു മിനിറ്റ്. എനിക്ക് ജീവനോടൊന്ന് സംസാരിക്കണം. ഇതെല്ലായിടത്തും ഉണ്ടല്ലോ. സംസാരിക്കാനൊന്നും പറ്റില്ല, കോടതിയിൽ ഹാജരാക്കാൻ സമയമായി. സാറേ, കേസിന്റെ കാര്യം സംസാരിക്കാനാണ് വീണ വന്നിരിക്കുന്നത്. ശരി, പെട്ടെന്ന് സംസാരിക്കും. ശരി സാർ. സാറേ, ഓടോ. ജീവൻ അഡ്വക്കേറ്റ് ഇല്ലേ? ഇല്ല, ഒന്നും അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയില്ല. റിമാൻഡ് ചെയ്യായിരിക്കും അല്ലേ? അതിനാണ് സാധ്യത. ജീവന്റെ അറസ്റ്റ് തന്റെ കുടുംബത്തിലെ വലിയ ആഘോഷം. എനിക്കതറിയാം. ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. എന്താ? ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളവാ. നമ്മളത് തിരിച്ചറിഞ്ഞു എന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനില്ലാത്ത സമയം നോക്കി ചിലപ്പോൾ ഒരു വിവാഹം നടത്താനോ അവരെ ഒന്നിപ്പിച്ച് ജീവിപ്പിക്കാനോ സാധ്യതയുണ്ട്. അത് നടക്കാൻ പാടില്ല. ഞാൻ പുറത്തിറങ്ങുന്നത് വരെയെങ്കിലും അങ്ങനൊരു കാര്യം നടക്കരുത്. എന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാം. അയാളൊരു കുടുംബജീവിതം നടത്തുന്നത് എനിക്കും അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. വാക്ക് പറഞ്ഞിട്ട് നിനക്ക് കിട്ടാനുള്ളതൊക്കെ നിന്റെ അച്ഛൻ തന്നു കഴിയുമ്പോൾ നീ എന്നെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി കളയോ? പണം തന്നാലും വാശി തീരില്ലല്ലോ ജീവ. എന്റെ ജീവിതത്തിൽ ഹരിയെ ഒരു തടസ്സമായിട്ടേ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളൂ. എവിടെ എനിക്ക് ചീത്തപ്പേര് വരുമ്പോഴും അവിടെ അയാള് നല്ലവനാവും. ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ ആ നല്ല പേരുണ്ടല്ലോ, അതെങ്കിലും എനിക്ക് ഇല്ലാതാക്കണം. വേണം. നിത്യ അവനോടൊപ്പം ജീവിക്കാൻ പാടില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോ അവളെ എനിക്ക് വേണം. അവളെ കൊന്നുകളയാതെ എന്റെ ജീവിതം പൂർണ്ണമാവില്ല. അതൊക്കെ ജീവന്റെ ഇഷ്ടം. ഞാൻ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. നിത്യ അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചാ ഞാൻ കോടതി പോവും. ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ അവകാശങ്ങള് ഞാൻ പ്രൂവ് ചെയ്യും. പിന്നെ അവര് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. നിത്യയെ മാത്രം ടാർഗറ്റ് ചെയ്തപ്പോ അവനെ ഞാൻ വെറുതെ വിട്ടു. സത്യത്തില് അവനെയായിരുന്നു ആദ്യം തീർക്കേണ്ടത്. ഇല്ല, ഒന്നും എന്റെ കയ്യിലെത്താതെ പോവില്ല. ഹരിക്കുന്നെത്തിക്കും കാലൻ ഒരാളേ ഉള്ളൂ, ജീവൻ.
അച്ഛാ ആ എന്താടി? അച്ഛാ, നിത്യാമ്മ എന്താ ഇപ്പൊ അവിടെ തന്നെ നിക്കണേ? എന്താ നമ്മുടെ വീട്ടിലേക്ക് വരാത്തെ? അത് അതൊക്കെ നിത്യാമ്മയുടെ ഇഷ്ടമല്ലേ? നിത്യാമ്മ അച്ഛൻ കല്യാണം കഴിച്ചല്ലേ, അപ്പൊ നമ്മുടെ വീട്ടിലേക്കല്ലേ നിത്യാമ്മ വരണ്ടേ? ഞാൻ ചെന്ന് നിത്യാമ്മ വിളിക്കട്ടെ? അപ്പൊ വേണ്ട. നീ നിത്യാമ്മയെ കാണുമ്പോ അച്ഛനോട് ചോദിച്ച പോലെ ഒന്നും നിത്യാമ്മയോട് ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെന്താ? അതിപ്പോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചോദിക്കരുത്, അത്ര തന്നെ. അപ്പൊ നിത്യാമ്മ ഇങ്ങോട്ട് വരുന്ന അച്ഛൻ ഇഷ്ടല്ലേ? നിത്യാമ്മ വരുന്നതൊക്കെ നിത്യാമ്മയുടെ ഇഷ്ടം മാത്രമാ. ആരെയും വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ നീ ചോദിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പൊ ഒരു രസവും അച്ഛാ. ആദ്യമാണെങ്കിൽ കളിക്കാനും വരുന്നില്ല, നിത്യാമ്മ മിണ്ടാനും വരുന്നില്ല. എനിക്ക് ബോറടിക്ക. അതെ, അച്ഛൻ കുറച്ച് കഴിഞ്ഞ് പുറത്തു പോകുമ്പോ നീ അച്ഛന്റെ കൂടെ വാ. അങ്ങനെയല്ല അച്ഛാ, എനിക്ക് ആദ്യയോട് മിണ്ടണ്ടേ, നിത്യാമ്മയോട് മിണ്ടണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. നീ കുറച്ച് നാളും കൂടെ ഒന്ന് ക്ഷമിക്ക്. നിത്യാമ്മ നിന്റെ അടുത്ത് നിന്ന് അകന്നൊന്നും പോവില്ല, നിന്റെ അടുത്ത് തന്നെ വരും. ഉറപ്പല്ലേ? ആണെന്നേ. നീ നിത്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിത്യാമ്മയ്ക്ക് സമാധാനം കൊടുക്കാൻ ദൈവത്തോട് പറയണം. ചെല്ല. Yes, proceed. യുവർ ഓണർ, കാണാതായ നേഴ്സ് റീനയുടെ അന്വേഷണത്തിൽ പഴുതടച്ചൊരു സമീപനമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചത്. കൊലപാതകം ചെയ്ത ജീവൻ തെളിവുകൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് പോലും അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല. പ്രതിയായ ജീവൻ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കാര്യങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ട്. തുടർന്നുള്ള അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്.